ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി പൂജപ്പുര പോവുകയാണ്. നമ്മുടെ നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ കുറച്ച് പ്ലേ ഏരിയയും പിന്നെ കുറേ കാര്യങ്ങൾ മറ്റേ സ്റ്റോള് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നമ്മൾ പോകാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്കിന്ന് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ 2-3 ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തേക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം പോകാൻ പറ്റി. അപ്പം ഞാനും ചോട്ടുവും മിച്ചാനും ഒരു വണ്ടിയിലും അവർ വല്യപ്പയും 2 മക്കളും ബുള്ളറ്റിലുമായിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ ലൈറ്റ്സ് ഒന്നുമില്ല. കാരണം ഇവിടെ സ്റ്റോളും കാര്യങ്ങളും മാത്രമേ 3 days എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളൂ. ലൈറ്റ്സൊക്കെ അവർ റിമൂവ് ചെയ്തായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ പ്ലേ ഏരിയയിലും പിന്നെ ഈ സ്റ്റോളിലൊക്കെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. മീട്ടോനും നന്നൂനും ആണെങ്കിൽ അവരുടെ ഭാഷയിൽ പറഞ്ഞ ഈ വലിയ ഊഞ്ഞാലിൽ കയറണം എന്നും പറഞ്ഞാണ് അവർ ഇന്ന് വന്നത് തന്നെ. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ആ ഊഞ്ഞാലിൽ കയറുക എന്നായിരുന്നു. ആദ്യം നമ്മൾ വന്ന് കയറുന്ന പാടെ തന്നെ ഇവിടെ സ്റ്റോളുകളൊക്കെയാണ് കാണാനുള്ളത്. അവിടെ നിറയെ ചെരുപ്പുകളും അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നിറച്ച് കുട്ടികൾക്ക് പറ്റിയ നല്ല അടിപൊളി ക്രോക്സും അങ്ങനത്തെ. ചോട്ടൂനും അവിടെ നിന്നൊരു നല്ല അടിപൊളി ഒരു ഷൂസ് മേടിച്ചായിരുന്നു വല്യപ്പ. പിന്നെ നമ്മളിനി അടുത്ത് അതിൽ കയറാനായിട്ട് മീട്ടുവിൻ്റെയും നന്നുവിൻ്റെയും വലിയ ഊഞ്ഞാലിൽ കയറാൻ പോവുകയാണ്. അങ്ങനെ എനിക്ക് കയറാൻ താല്പര്യമില്ല. ചോട്ടുവിനെയും കൊണ്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. അതിന് പകരം ഇച്ചായനാണ് അവരുടെ കൂടെ കയറിയിരിക്കുന്നത്. ഇച്ചായൻ അതിൽ കയറാൻ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. പിന്നെ ഇവർക്ക് 2 പേർക്കും വലിയ ഊഞ്ഞാലിൽ കയറണം എന്നുള്ളത് കൊണ്ട് അവർ ഒറ്റയ്ക്ക് വിടാൻ പറ്റാത്തതുകൊണ്ടും ഇച്ചായൻ കൂടെ കയറിയേക്കുവാണ്. ഇനി തിരിച്ചു വരുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇനി ഒരിക്കലും ഞാൻ കയറില്ല. മീട്ടുവിൻ്റെ അഭിപ്രായമായിരുന്നു ഇത്. ഞാൻ ഇനി ഒരിക്കലും അതിൽ കയറത്തില്ല അമ്മ എന്നായിരുന്നു. എന്തായാലും 1 ടൈം എക്സ്പീരിയൻസ് എപ്പോഴും നല്ലതല്ലേ. ഇവർ 2 പേരെയും മുകളിൽ കണ്ടപ്പോഴത്തേക്കും ചോട്ടോനും കയറിയാൽ കൊള്ളാമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇവർ മുകളിലിരിക്കുന്ന കണ്ടിട്ട് ഇച്ചായൻ്റെ ഫ്രണ്ട് വിനോദേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ മുകളിൽ വെച്ച് കണ്ടതാണ്. നൈനും അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം പണ്ട് എപ്പോഴും വന്നുകൊണ്ടിരുന്നതാണ്. എല്ലാ വർഷവും ഇച്ചാൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് എപ്പോഴും വന്നുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും പിള്ളേർ അവരവരുടെ തിരക്ക് ജോലി കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും ഇപ്പം ഒരുമിച്ചുള്ള വരവ് ഇല്ല. എല്ലാവരും സെപ്പറേറ്റ് ഫാമിലി ആയിട്ട് അവരുടെ നമുക്ക് കിട്ടുന്ന ടൈമിൻ്റെ അനുസരിച്ച് വരികയാണ്. അല്ലെങ്കിൽ എല്ലാ വർഷവും മുടങ്ങാതെ ഇപ്പോൾ പൂജപ്പുരയാണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ഓണത്തിന് കനകക്കുന്നിൽ, എല്ലായിടത്തും ഒരു വലിയൊരു ബാച്ചായിട്ട് വന്ന് കുറേ നേരം അവിടെ ഇരുന്നിട്ടൊക്കെ പോവുമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോപ്കോണൊക്കെ മേടിച്ചു. നന്നുവിനും മീട്ടുവിനും ചോട്ടുവിനും പോപ്കോണൊക്കെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ പോപ്കോണൊക്കെ മേടിച്ചു. മീറ്റുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ചീസി ഫ്ലേവറാണ്. അങ്ങനെ അതെല്ലാം മേടിച്ചതിന് ശേഷം നമ്മളിങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് അടുത്ത ഇച്ചാൻ്റെ കുറേ ഫ്രണ്ട്സും ഒക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും ബ്ലാക്ക് കളറിലുള്ള ഡ്രസ്സാണ് അവിടെ കൂടുതലും ആൾക്കാർ ഇട്ടിരുന്നത്. എല്ലാവരും ഏകദേശം ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ഡ്രസ്സുകളായിരുന്നു. അങ്ങനെ പിന്നെ അവരോടൊക്കെ കുറേ നേരം സംസാരിച്ചതിന് ശേഷം പിന്നെ നമ്മൾ സ്റ്റോളിലേക്ക് കയറി. അവിടെ പിന്നെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പഴയ പോലെ നമ്മൾ കാണുന്ന എല്ലാ സാധനങ്ങളും അവിടെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ഉണ്ടാകുന്ന ഷോപ്പുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിൽ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മളെപ്പോഴും കണ്ടുവരുന്ന എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ തവണത്തെ ഒരു സ്പെഷ്യൽ സാധനം എന്നൊന്നുമില്ല. എല്ലാ വർഷവും കണ്ടുവരുന്ന എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ പഴയ ചോക്ലേറ്റ്സും നാരങ്ങ മിഠായും പുളിമിഠായും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്രാവശ്യം നന്നുവും മീട്ടും അവരുടെ പേര് ഉള്ള മോതിരം എഴുതിച്ച് മേടിച്ചായിരുന്നു. അപ്പോൾ മീട്ടു പറയുമായിരുന്നു, മീട്ടു ആദ്യമായിട്ടാണ് ഇങ്ങനെ പേര് കീചെയിനിലും മോതിരത്തിലൊക്കെ എഴുതുന്നത് കാണുന്നത്. അങ്ങനെ മീട്ടുവിൻ്റെ പേരുള്ളൊരു മോതിരം കിട്ടി. അങ്ങനെ മീട്ടും ഹാപ്പി. അങ്ങനെ ഇപ്പം തന്നെ ഏകദേശം 9-9:30 കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി വല്യപ്പയും 2 മക്കളും കൂടി അവർ ബുള്ളറ്റിലേക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പം നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഇടയിലാണെങ്കിൽ ചോട്ടുവാണെങ്കിൽ ഒരു
പാവക്കുട്ടീനെയും കരഞ്ഞ് വഴക്കിട്ട് വല്യപ്പ സോപ്പിട്ട് ഒരു പാവക്കുട്ടീനെയും വാങ്ങിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചേച്ചിമാർ 2 മോതിരം വാങ്ങിക്കുമ്പോൾ പിന്നെ ഇനി അനിയത്തിയായിട്ടൊന്നും വാങ്ങാതിരിക്കുന്ന മോശമല്ലേ. അങ്ങനെ അവളും ഒപ്പിച്ച് വരണം. ഇനി നേരെ വീട്ടിലേക്കാണ്. വീട്ടിലൊരു ചെറിയ സർപ്രൈസ് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഇവിടെ ലിജിൻ ഒരു ബർത്ത്ഡേ കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇച്ചായൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങൊക്കെ രാത്രി തന്നെ അവിടെ വെച്ച് തന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. നന്നുവിൻ്റെയും മീട്ടുവിൻ്റെയും ചോട്ടുവിൻ്റെയൊക്കെ ബർത്ത്ഡേക്കാണ് ക്രീം കേക്ക്സൊക്കെ മേടിക്കുന്നത്. ഇതാകുമ്പോൾ പപ്പയ്ക്കും കഴിക്കാം, ഒത്തിരി ഷുഗറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പപ്പയ്ക്കും കഴിക്കാൻ പറ്റുന്നതായതുകൊണ്ട് ഈ കേക്കാണ് മേടിച്ചത്. കേക്ക് കണ്ടപ്പോഴത്തേക്കും പിന്നെ ചോട്ടു വേറൊരു ലോകത്തായിരുന്നു. ചോട്ടു പിന്നെ ചുറ്റുമുള്ളതൊന്നും അറിയുന്നേയില്ല. ചോട്ടു ആ കേക്കിനെ വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ കേക്കിനെ ചുറ്റിപ്പറ്റി നിൽക്കുവാണ്. പിന്നെ ആകെ ഉണ്ടായൊരു കുറവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ഇല്ലായിരുന്നു. ചേച്ചീനെ ഭയങ്കര വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ചേച്ചിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഫാമിലി ഫുള്ളായേനെ. ചേച്ചി ഇപ്പോൾ എല്ലാവരുടെ ബർത്ത്ഡേയ്സും എല്ലാ സെലിബ്രേഷൻസും നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും മിസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ കുഞ്ഞ് ഫാമിലിയുടെ കുഞ്ഞ് വിശേഷങ്ങൾ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ടോ പിന്നെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.